നമസ്കാരം പ്രിയ കൂട്ടുകാരെ. ഇന്നത്തെ കഥാനേരത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു സംഭവ കഥയുമായാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ക്ലാഡ്സ് എന്ന ഒരു കർഷകൻ. അദ്ദേഹത്തിന് ഭാര്യയും 5 കുട്ടികളുമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. ഒരു കപ്പൽ യാത്ര ചെയ്യുക എന്നത്. അത് ചെറിയൊരു കപ്പൽ യാത്രകളോടല്ല, ഒരു ലക്ഷറി കപ്പലിൽ യാത്ര ചെയ്യാനാണ് അദ്ദേഹത്തിന്റെ താല്പര്യം. അങ്ങനെ ജീവിക്കവേ ഒരു വാർത്ത അദ്ദേഹം കേൾക്കാനിടയായി. ഒരു ആഡംബര കപ്പൽ തന്റെ സ്ഥലത്ത് നിന്ന്, അതായത് ഇംഗ്ലണ്ടിൽ നിന്ന് യാത്ര തിരിക്കുന്നു അമേരിക്കയിലേക്ക്. താൻ വിചാരിച്ചു, എങ്ങനെയെങ്കിലും അതിൽ യാത്ര ചെയ്യണം. തന്റെ സമ്പാദ്യമെല്ലാം എടുത്തു നോക്കിയിട്ടും അത്രയും വലിയൊരു തുക അദ്ദേഹത്തിന് കണ്ടെത്താനാവുന്നില്ല. തന്റെ കുടുംബമായി പോകുവാനുമാണ് അദ്ദേഹത്തിന്റെ താല്പര്യം. അതിനുവേണ്ടി തന്റെ വസ്തുക്കൾ വിറ്റും കൂടുതൽ അധ്വാനിച്ചും അതിനുള്ള ടിക്കറ്റ് അദ്ദേഹം വാങ്ങി. അങ്ങനെ ആ ദിവസം വന്നെത്താൻ വേണ്ടി അദ്ദേഹം കാത്തിരുന്നു. എന്നാൽ കഷ്ടകാലമെന്ന് പറയട്ടെ, കപ്പൽ യാത്രയ്ക്ക് 5 ദിവസത്തിന് മുൻപേ അപ്രതീക്ഷിതമായി തന്റെ ഇളയ മകനെ ഒരു തെരുവ് നായ കടിക്കുവാനിടയായി. കുഞ്ഞിനെ അദ്ദേഹം ഹോസ്പിറ്റലിൽ കാണിച്ചു. കുട്ടിയുടെയും മറ്റുള്ളവരുടെയും സേഫ്റ്റിക്ക് വേണ്ടി കുട്ടി 5 ദിവസം ക്വാറന്റൈനിൽ ഇരുത്തണമെന്ന് ഡോക്ടർ പറഞ്ഞു. അദ്ദേഹത്തിന് വളരെയധികം വിഷമമുണ്ടായി. 5 ദിവസം കൂടി കഴിഞ്ഞാൽ തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ദിവസമാണ്. അദ്ദേഹത്തിന്റെ വിഷമം കണ്ടപ്പോൾ ഭാര്യ വന്ന് പറഞ്ഞു, മറ്റു മക്കളെയും കൊണ്ട് നിങ്ങൾ പോയിട്ട് വാ, നിങ്ങൾ അത്രയും ആഗ്രഹിച്ചതല്ലേ എന്ന്. എന്നാൽ അതിന് അദ്ദേഹത്തിന് മനസ്സുണ്ടായില്ല. താൻ ആ കപ്പൽ പുറപ്പെടുന്നത് ദിവസം ആ തീരത്ത് വന്ന് ആ കപ്പൽ പോകുന്നത് നിറകണ്ണുകളോടെ നോക്കി നിന്നു. തന്റെ സമ്പാദ്യം മൊത്തം കൊണ്ടുപോയി. തന്റെ അധ്വാനം മുഴുവൻ അതിലിട്ടു. എന്നിട്ട് നിറയാർന്ന കണ്ണുകളോടെ അത് മുന്നിലൂടെ കടന്നു പോകുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലേ? വളരെ അധ്വാനിച്ച് നേടിയെടുത്തു, കയ്യിൽ കിട്ടി എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, ശരിയല്ലേ? എന്നാൽ അടുത്ത 5 ദിവസം കഴിയുന്നതിന് മുൻപേ ഒരു വാർത്ത അദ്ദേഹം കേട്ടു. 1912 ഇംഗ്ലണ്ടിൽ നിന്ന് യാത്ര തിരിച്ച ലോകത്തിലെ വലിയ ആഡംബര കപ്പലായ ടൈറ്റാനിക് എന്ന കപ്പൽ കടലിൽ ഒരു മഞ്ഞുമലയിൽ ഇടിച്ച് മുങ്ങുവാനിടയായി. താൻ ആ കപ്പലിൽ യാത്ര ചെയ്തിരുന്നു എങ്കിൽ അത് തന്റെ അവസാനത്തെ യാത്രയായേനെ. പ്രിയ സുഹൃത്തെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം നമുക്ക് നല്ലതിനായിട്ടാണ് തരുന്നത് എന്ന് വിശ്വസിച്ചുകൂടെ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന നഷ്ടങ്ങളാവട്ടെ, വേദനകളാവട്ടെ, സന്തോഷമായിക്കോട്ടെ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കാത്തതായിക്കോട്ടെ, എല്ലാം ഒരു നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ ദിവസം നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സന്ധ്യ.